കണ്ണൂരിൽ നിന്ന് സന്തോഷ് കൂടി ചേരുന്നു. സന്തോഷ്, അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? എത്ര വിമാനങ്ങൾ റദ്ദാക്കി? എന്താണ് വിശദാംശങ്ങൾ? എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിമാനത്താവളമാണ് കണ്ണൂർ. കണ്ണൂരിൽ സമരം ഒത്തുതീർപ്പായെങ്കിലും ഇന്നും സർവീസുകളെ ഗുരുതരമായി തന്നെ ഈ പ്രതിസന്ധി ബാധിച്ചു. 8 സർവീസുകളാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് റദ്ദാക്കിയത്. മസ്കറ്റ്, ഷാർജ, ദമാം, ദുബായ്, റിയാദ്, അബുദാബി, റാസ് അൽ ഖൈമ, ദോഹ എന്നീ സർവീസുകളാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. വൈകുന്നേരമുള്ള ദുബായിലേക്കുള്ള സർവീസ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. മറ്റ് സർവീസുകളെല്ലാം തന്നെയും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലാതെ മറ്റ് വിദേശ വിമാന കമ്പനികളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദേശ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള അനുമതിയുമില്ല. അതുകൊണ്ട് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളെ മാത്രമാണ് കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാർ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിമാനങ്ങൾ മുടങ്ങിയത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും ഈ കണ്ണൂർ വിമാനത്താവളത്തിലെ അടുത്ത ഫ്ലൈറ്റിനായി കാത്തു നിൽക്കാതെ, അല്ലെങ്കിൽ കൃത്യമായി അതിലൊരു എപ്പോൾ സർവീസുകൾ പുനരാരംഭിക്കും, ഈ യാത്ര മുടങ്ങിയവർക്ക് എപ്പോൾ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ പലരും ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ നിന്ന് മറ്റ് വിമാനങ്ങളിൽ പോകുന്ന സ്ഥിതിയാണുള്ളത്. ഏതായാലും ഇന്നും ഈ 8 സർവീസുകൾ റദ്ദാക്കുകയും അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 8 സർവീസുകളും കണ്ണൂരിലേക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തേണ്ടുന്ന 4 സർവീസുകളുമാണ് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത്. ഷമി. സന്തോഷ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കീർത്തി റിപ്പോർട്ട് ചെയ്തത് 2 വിമാനങ്ങൾ അവിടെ റദ്ദാക്കി. യാത്രക്കാർക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു വിമാനം റദ്ദാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് വന്നില്ല എന്ന് പറയുന്നുണ്ട്. കണ്ണൂരിലെ സാഹചര്യം എങ്ങനെയാണ്? അവർക്ക് നേരത്തെ വിവരം നൽകിയിരുന്നോ, അതോ എയർപോർട്ടിൽ എത്തിയ ശേഷം വിമാനം റദ്ദാക്കിയെന്ന് അറിയുകയാണോ ഉണ്ടായത്? ഷമി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധി ഇന്നും ഉണ്ടായില്ല. കാരണം കണ്ണൂർ വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് വഴി ഈ റദ്ദാക്കിയ വിവരം നേരത്തെ തന്നെ റദ്ദാക്കിയ വിമാനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ എത്തി ബുദ്ധിമുട്ട് നേരിടേണ്ട സാഹചര്യമില്ല. എങ്കിൽ കൂടിയും ഈ അറിയിപ്പ് ശ്രദ്ധയിൽപ്പെടാത്ത ചിലരെല്ലാം തന്നെ വിമാനത്താവളത്തിൽ എത്തി മടങ്ങി പോകേണ്ടുന്ന സ്ഥിതി ഉണ്ടായി. ഇനി എപ്പോൾ ഈ സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ, മുഴുവനായും സർവീസുകൾ എല്ലാ ഷെഡ്യൂളുകളും എപ്പോൾ നടത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. കാരണം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ വിമാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ പൈലറ്റുകളും ക്രൂ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുന്നതിനുള്ള ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് നെടുമ്പാശ്ശേരിയിലുമെല്ലാം കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞെങ്കിലും കണ്ണൂരിൽ ഇതുവരെയും ഈ കൃത്യമായി സർവീസുകൾ ആരംഭിക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രതിസന്ധി ഇതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷമി.